ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മള് ഈസി ആയിട്ട് നമ്മള് ഇഫ്താറിന് ഒരു ഡ്രിങ്കും അതേപോലെ ഒരു സ്നാക്കും. നമുക്ക് ഇഫ്താർ പാർട്ടി ഒക്കെ ഉണ്ടാവുമ്പോൾ ഡിഷുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരിക്കും ചിക്കൻ കബാബ്. ഇന്നത്തെ ഡിഷ് ചിക്കൻ കബാബും അതേപോലെ അതിന്റെ കൂടെ ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഡ്രിങ്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതാ ഉള്ളൊക്കെ കാണിച്ചു തരാം ഞാൻ. കണ്ടോ ചിക്കൻ കബാബ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാം. അപ്പൊ കബാബിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ഞാൻ എല്ല് മാറ്റിയതാട്ടോ. അത് ഒരു 300 ഗ്രാം ഉണ്ട് ബോൺലെസ് ചിക്കൻ മാത്രം. ഇനി അതിലേക്ക് ഇതാ ഞാനൊരു പകുതി ഉള്ളി, ചെറിയൊരു ഉള്ളിന്റെ പകുതിയാണേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 5 വെളുത്തുള്ളി ഞാൻ മുറിച്ച് വെച്ചാണ്. 5 ചുള വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതാ. പിന്നെ ഒരിത്തിരി, ഇതിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. ഇതിപ്പോ തണ്ടോട് കൂടിയ മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഒരു പിടി. പിന്നെ ഒരിത്തിരി ഒരു ടേബിൾ സ്പൂണോളേ ഉള്ളൂ പുതിനൻ്റെ അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. അതേപോലെ ഒരു 3/4 ടീസ്പൂൺ എരിവിനനുസരിച്ച് കുരുമുളക് ചതച്ചതുണ്ട്. 1/2 ടീസ്പൂൺ നമ്മളെ ചെറിയ ജീരകം പൊടിച്ച ക്യുമിൻ പൗഡർ ഉണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഫുഡ് പ്രോസസ്സറിലോ മിക്സിന്റെ ചെറിയ ഗ്രൈൻഡറിലോ, ചെറിയ നമ്മൾ പൊടിക്കുന്ന ഗ്രൈൻഡറിലോ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ എല്ലാ ചിക്കനും ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നിട്ട്. അപ്പൊ ഇതാ നമ്മള് കബാബിന്റെ മിക്സ് ഇവിടെ റെഡിയാക്കണ്ടോ. ഈ ഒരു രൂപത്തിൽ കിട്ടിണ്ടേ. നന്നായി അരഞ്ഞോ ഇല്ല, നമുക്ക് ഉള്ളിയും മറ്റേ മല്ലിയിലയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത്തിരി ഓയില് കയ്യിൽ തടവി കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം ആ ഒരു ഷേപ്പിൽ. അതേപോലെ ചിക്കന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തീരെ വെള്ളം പാടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു മിക്സ് ഇതുപോലെ കിട്ടൂല നമുക്ക്. ഈ ഒരു രൂപത്തിൽ ആക്കി എടുക്കും കേട്ടോ. നമ്മള് കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ റൗണ്ടിൽ അധികം കട്ടില്ല. അതാ കണ്ടോ, അധികം കട്ടില്ലാതെയല്ല തിന്നുമല്ല രൂപത്തിലാക്കിയിട്ട് നമുക്കൊക്കെ എല്ലാം ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ, അധികം ഓയിൽ ഒഴിച്ചില്ല, ഷാലോ ഫ്രൈ ആ ചെയ്യുന്നത്. കുറച്ചൊരു ഓയിൽ ഒഴിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. 2 ഭാഗവും നമുക്ക് ഒരു 5 മിനിറ്റ് വീതം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇത് കണ്ടോ, ഒരു ഭാഗം ഇത് അരച്ച് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളും. നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ റെഡി ആട്ടോ. ഞാൻ 5-6 മിനിറ്റ് 2 ഭാഗവും തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 2 കപ്പ് 500 ml പാലൊന്ന് തീ ഓൺ ചെയ്തിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതാ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പാല് തിളയ്ക്കാനായിണ്ട്. ആ ഒരു സമയത്ത് ഞാൻ തീ നന്നായിട്ട് കുറച്ചുണ്ട്. ഇനി ഇതാ ഞാനൊരു പാത്രത്തിൽ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ട ഒന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ പാലുമായിട്ട് കസ്റ്റാർഡ് പൗഡർ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പം കസ്റ്റാർഡ് പൗഡർ ചേർത്തത് തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. തിളച്ച് കഴിഞ്ഞ് ചേർത്താൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. അപ്പൊ ഈ കസ്റ്റാർഡ് പൗഡർ ചിലപ്പോൾ ചുവയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പൊടി ചുവയ്ക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങ് വെന്തോളും. അപ്പൊ ഇതിന് ആ ഒരു പച്ച ചുവ തീരെ ഉണ്ടാവില്ല കേട്ടോ. ഇതാ
നമ്മുടെ കസ്റ്റാർഡൊക്കെ നന്നായി വെന്ത് ഇതാ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്, ഒന്ന് കുറുകും ചെയ്തിട്ടുണ്ടേ. ഇതാ കണ്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരിത്തിരി വാനില എസൻസ് ആണ്, ഒരു പിഞ്ച് വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതാ ഈ ഒരു കട്ടി മതിയെ, നമ്മളെ ഡ്രിങ്ക് അല്ലേ. ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഇനി ഞാനിത് നന്നായി തണുക്കാൻ വെക്കുകയാണ്. ചൂട് തണയണം. ചൂട് തണഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഡ്രിങ്ക് അല്ലേ, അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരത്തെ ഫ്രൂട്ട്സുകൾ നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ അത് മതി, ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നല്ല ഫ്രൂട്ട്സ് ഒക്കെ അങ്ങ് സോഫ്റ്റ് ആവും പഞ്ചസാരയൊക്കെ ഇടുന്നിട്ട്, അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇത് തണുത്തതിന് ശേഷം മാത്രം, ചൂട് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം ഈ ഫ്രൂട്ട്സ് കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിച്ച് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിത് മാറ്റി വെക്കട്ടെ തണുക്കാൻ. നമ്മളെ കബാബ്സ് ഒക്കെ ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഡ്രിങ്ക് ഇല്ലേ, ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡിയാണ്. നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആട്ടോ അത്. അതേപോലെ തന്നെ നമ്മുടെ കബാബും റെഡിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് കഴിയും. പരത്തണ്ട, കുഴക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.